സംസ്ഥാനത്ത് ശൈശവ വിവാഹങ്ങളിലും കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങളിലും വലിയ വർധനവ്. കഴിഞ്ഞ 6 വർഷത്തിനിടെ 43 ശൈശവ വിവാഹങ്ങളും 11,404 ലൈംഗിക അതിക്രമങ്ങളുമാണ് റിപ്പോർട്ട് ചെയ്തത്. ബാലമരണങ്ങളുടെയും തട്ടിക്കൊണ്ടുപോകലുകളുടെയും കണക്കുകളും ആരെയും ഭയപ്പെടുത്തും. ജനം ടിവിയാണ് ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളുമായി ദിലീപ് കുട്ടിച്ചൽ ചേരുന്നുണ്ട്. ദിലീപ്, വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ കുഞ്ഞുങ്ങൾ സുരക്ഷിതരല്ല എന്നുള്ള റിപ്പോർട്ട് എവിടെ നിന്നുമാണ്, എങ്ങനെയാണ് ഈ കണക്കുകളിലേക്കൊക്കെ നമ്മൾ എത്തിച്ചേർന്നത്? എന്താണ് ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ ദിലീപ്? അശ്വതി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വളരെയധികം ആശങ്ക വർദ്ധിപ്പിക്കുന്നതും അതോടെ തന്നെ ഭയാനകമായ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നിലവിലത്തെ 6 വർഷത്തെ കണക്ക് പ്രകാരം ശൈശവ വിവാഹങ്ങളുടെ എണ്ണമെന്ന് പറയുന്നത് 43 ആയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ശൈശവ വിവാഹ നിരോധന നിയമമുള്ള രാജ്യത്താണ് ഇത്തരത്തിൽ 43 ശൈശവ വിവാഹങ്ങൾ കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ ഉണ്ടായതെന്നാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം. ഇതിന് ആരാണ് നേതൃത്വം നൽകുന്നത്, അല്ലെങ്കിൽ ഏത് മതസംഘടനയാണ് ഇതുമായി ബന്ധപ്പെട്ടത് എന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമായി തന്നെ പോലീസ് പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിൽ യാതൊരുവിധ ശക്തമായ നടപടി ഒന്നും സ്വീകരിക്കുന്നില്ല എന്നതാണ് ഇതിന്റെ ഭാഗമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് 43 വിവാഹം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എത്രത്തോളം വ്യാപ്തിയുണ്ട് എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ലൈംഗിക അതിക്രമങ്ങൾ, പ്രത്യേകിച്ച് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളും വർദ്ധിച്ചു വരികയാണ്. ഏകദേശം 6 വർഷത്തിനിടയിൽ ആ കണക്ക് നോക്കുമ്പോൾ 11,404 കേസുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അത് തന്നെ അതിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കണക്കുകൾ നോക്കുമ്പോൾ സ്വാഭാവിക 2020 മുതലുള്ള കണക്കുകൾ നോക്കുമ്പോൾ ആ കണക്കുകൾ തന്നെ വലിയൊരു വ്യത്യാസം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 2020 കണക്കെന്ന് പറയുന്നത്, പ്രത്യേകിച്ച് പോക്സോ പ്രകാരമുള്ള കണക്കെന്ന് പറയുന്നത് 1243 ആയിരുന്നു. പക്ഷേ അത് 2025 ആയപ്പോൾ 2242 കേസുകളായി വർദ്ധിക്കുകയും 2026 മെയ് മാസം വരെ കണക്കുകൾ നോക്കുമ്പോൾ 767 കേസുകളാണ് നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ പോക്സോ നിയമപ്രകാരം, അല്ലെങ്കിൽ പോക്സോ നിയമം കൊണ്ടുവന്നത് പോലും പ്രത്യേകിച്ച് കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുമായിരുന്നു. പക്ഷേ കേരളത്തിൽ അത് പ്രാവർത്തികമാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഈ പോലീസ് സുരക്ഷയും അതുപോലെ തന്നെ പോലീസിൻ്റെ നടപടികളും വ്യക്തമായി തന്നെ നടപ്പിലാക്കുന്നുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളും ഇപ്പോൾ ചോദ്യചിഹ്നമായി ഉയരുകയാണ്. എന്തായാലും ശൈശവ വിവാഹങ്ങളും അതുപോലെ തന്നെ കുട്ടികളെ